എല്ലാവർക്കും വീണ്ടും യേശുവിൻ നാമത്തിൽ വന്ദനം. ഒരു പുതിയ ആഴ്ചയുടെ ആരംഭത്തിലേക്ക് വീണ്ടും നമ്മൾ കടന്നു വന്നു. കാലങ്ങളെ, സംവത്സരങ്ങളെ എല്ലാം ഉണ്ടാക്കിയ ദൈവം ഓരോ ആഴ്ചകളെയും, ഓരോ ദിവസങ്ങളെയും, ഓരോ ആഴ്ചയുടെ ആരംഭത്തെയും ഒരാഴ്ചയുടെ അവസാനങ്ങളെയും എല്ലാം നമ്മുടെ കർത്താവ് അറിയുന്നു. കർത്താവ് അൽഫയും ഒമേഗയുമാണ്, ആരംഭമാണ്, അവസാനമാണ്. ഈ ആഴ്ചയുടെ ആരംഭത്തേക്കാൾ ഈ ആഴ്ചയുടെ ഒടുവിലത്തെ സമയം ഏറ്റവും മികച്ചതായിരിക്കും. ആ കർത്താവ് നമുക്ക് തന്ന ഓരോ ദിവസവും, ഇത് ദൈവം ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക എന്ന് കർത്താവിൻ്റെ വചനം പറയുന്നു. ആരാണ് സന്തോഷിച്ച് ആനന്ദിക്കുന്നത്? ഓരോ ദിവസവും കർത്താവ് ഉണ്ടാക്കിയതാണെന്നുള്ള വെളിപ്പാടുള്ളവർക്ക് സന്തോഷിക്കാൻ കഴിയും. അല്ലെങ്കിലോ ഈ ദിവസം പിശാചിൻ്റെ ദിവസമെന്ന് ചിന്തിക്കുന്നവർക്ക്, ഈ ദിവസം മനുഷ്യരുടെ പ്ലാനുകൾ മാത്രമേ നടക്കൂ, മനുഷ്യരുടെ ദിവസമെന്ന് ചിന്തിക്കുന്നവർക്ക് അത് വിജയിക്കാൻ, അത് നന്മകൾ കാണാൻ, സന്തോഷിക്കാൻ കഴിയാതെ പോകും. ഓരോ ദിവസത്തിനും ഓരോ സമയത്തിനൊക്കെ ഓരോരുത്തരും ഓരോ പേരിട്ടിട്ടുണ്ട്. ഇപ്പോൾ വിമൻസ് ഡേ, ഭർത്താക്കന്മാരുടെ ദിവസം, ഭാര്യമാരുടെ ദിവസം, ടീച്ചേഴ്സിൻ്റെ ദിവസം, അതുപോലെ ഓരോരുത്തർക്കും ഓരോ ദിവസമായിട്ട് മനുഷ്യൻ തന്നെ വിഭാഗിച്ച് വെച്ചിരിക്കുകയാണ്. അത് ദൈവത്തിൻ്റെ ദിവസമായിട്ട് ഒരു ദിവസം പോലും ഇപ്പം ഇല്ലാതെയായി. എന്നാൽ ഒരു ദിവസം പോലും സ്ത്രീകളുടെയും അല്ല, പുരുഷന്മാരുടെയും അല്ല, കുട്ടികളുടെയും അല്ല, മാതാപിതാക്കളുടെയും അല്ല. പാരൻസ് ഡേ എന്നൊക്കെ പേരിട്ടോ, എല്ലാം കർത്താവിൻ്റെ ദിവസമാണ്. ആ ദിവസം ഉണ്ടായതുകൊണ്ടാണ് പാരൻസ് ഡേ എല്ലാം ഉണ്ടായത്. കർത്താവാണ് കുടുംബത്തെ ഉണ്ടാക്കിയത്. അതുകൊണ്ട് എല്ലാ ദിവസവും ദൈവം ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് സന്തോഷിക്കാൻ കഴിയണം. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. तेरे जैसा कोई नहीं, तेरे चरणों में झुके आसमान और महिमा गाए ज़मीन। यीशु मसीह तेरे जैसा है कोई नहीं, तेरे चरणों में झुके आसमान और महिमा गाए ज़मीन। हम गाए होसन्ना, तू राजा है रे राजा, तेरी महिमा होए सदा। तू है प्रभु हमारा खुदा, हम गाए होसन्ना, तू राजा है रे राजा, तेरी महिमा होए सदा। तू है प्रभु हमारा खुदा। प्यारे पिता, तूने हमसे कितना प्यार
അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യം 31 മുതൽ ചേർന്ന് വായിക്കുമ്പോൾ, ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവായും തൻ്റെ വലങ്കയ്യാൽ ഉയർത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നു. വലങ്കയ്യാൽ ഉയർത്തിയിരിക്കുന്നു എന്ന് പറയാൻ അവിടെ കാരണം, യേശുവിനെ എങ്ങനെയെല്ലാം താഴ്ത്തിക്കെട്ടാമോ അങ്ങനെയെല്ലാം താഴ്ത്തിക്കെട്ടിയ ഒരു സമൂഹത്തോടാണ് പത്രോസ് ഇത് പ്രസംഗിക്കുന്നത്. അതായത്, നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന ഈ യേശുവിനെ നമ്മുടെ പിതാക്കന്മാരെ ദൈവം ഉയർപ്പിച്ചു. ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവായും തൻ്റെ വലങ്കയ്യാൽ ഉയർത്തിയിരിക്കുന്നു. യേശുവിനെ എങ്ങനെയെല്ലാം അപമാനിക്കാമോ, യേശുവിനെ എങ്ങനെയെല്ലാം തരം താഴ്ത്താമോ, യേശുവിനെ എങ്ങനെയെല്ലാം പരിഹസിക്കാമോ, യേശുവിനെ എങ്ങനെയെല്ലാം ചതിക്കാമോ, യേശുവിനെ എങ്ങനെയെല്ലാം വേദനിപ്പിക്കാമോ, യേശുവിനെ എങ്ങനെയെല്ലാം കരയിപ്പിക്കാമോ, യേശുവിനെ എങ്ങനെയെല്ലാം ഒറ്റപ്പെടുത്താമോ, യേശുവിനെ എങ്ങനെയെല്ലാം അപവാദത്തിലൂടെ തകർക്കാമോ, ഇതെല്ലാം പിശാചും അവൻ്റെ കൂടെ നിന്നവരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടി. അതുകൊണ്ടാണ് 2-ാം സങ്കീർത്തനം പറയുന്നത്, ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നതും എന്ത്? തൻ്റെ അഭിഷിക്തന് വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുന്നു എന്നൊക്കെ 2-ാം സങ്കീർത്തനത്തിൽ പറയുന്നു. എന്നാൽ താഴോട്ട് പിന്നീട് വായിക്കുമ്പോൾ ആ സങ്കീർത്തനത്തിൽ പറയുകയാണ്, വരിക, നമുക്ക് അവരുടെ കയറുകളെ പൊട്ടിച്ചു കളയുക. അപ്പൊ ജാതികൾ കലഹിച്ച് വംശങ്ങൾ വ്യർത്ഥമായി വിചാരിച്ച് പദ്ധതിയിടുമ്പോൾ സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു എന്ന് നമ്മൾ 2-ാം സങ്കീർത്തനത്തിൽ കാണുന്നു. ദൈവത്തിനും തൻ്റെ അഭിഷിക്തന്മാർക്കും വിരോധമായിട്ട് ഓരോരുത്തർ എഴുന്നേൽക്കുമ്പോൾ സ്വർഗത്തിൽ ദൈവം ചിരിക്കുകയാണ്. കാരണം ദൈവത്തിൻ്റെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്ന കൈയാണ്. മനുഷ്യരെത്ര അപവാദം പറഞ്ഞാലും, മനുഷ്യരെത്ര തരം താഴ്ത്താൻ നോക്കിയാലും, മനുഷ്യനെത്ര തകർക്കാൻ നോക്കിയാലും, മനുഷ്യരെന്തെല്ലാം അടിച്ചമർത്താൻ നോക്കിയാലും, കല്ലറ കല്ല് വെച്ചടച്ചാലും, റോമ ഗവൺമെന്റിന്റെ സീല് വെച്ചാലും, കാവൽ കൂട്ടം വെച്ച് കാവൽ കാത്താലും, വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിന് ഇതൊന്നൊരു വിഷയമല്ല. ഇത് കേൾക്കുന്ന ഓരോരുത്തരും കർത്താവിൽ ബലപ്പെടണം. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരു ആയുധവും ഫലിക്കില്ല. കാരണം നീ സേവിക്കുന്ന കർത്താവ് വീര്യം പ്രവർത്തിക്കുന്ന വലങ്കൈയുള്ള കർത്താവാണ്. നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ദൈവം എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചിതറുന്നു. തീയിങ്കൽ മെഴുകുരുകുന്നത് പോലെ ദുഷ്ടന്മാർ ദൈവസന്നിധിയിൽ ഇല്ലാതെയാകുന്നു. പൗലോസിന് ഈ കാര്യത്തിൽ വലിയ ധൈര്യമാണ്. അതുകൊണ്ട് പൗലോസ് പറയണം, ആകയാൽ കർത്താവ് നമുക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യർ നമ്മോട് എന്ത് ചെയ്യുമെന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം എന്ന് എബ്രായ ലേഖനം 13-ാം അധ്യായം 5-6 വാക്യങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് കാണാം. ആരെയും പേടിക്കുന്നില്ല. പൗലോസ് പറയാണ്, ഞാൻ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ടു. മറ്റൊരിക്കൽ പറയുന്നു, കള്ളന്മാരുടെ ആപത്ത്, കടലിലെ ആപത്ത് എന്ന് വേണ്ട അനവധി ആപത്തുകൾ ഉണ്ടായിട്ടും എന്നെ തീർത്തു കളയാൻ ആർക്കും കഴിയുന്നില്ല. കാരണം എനിക്കൊരു ഗോളുണ്ട്, എനിക്കൊരു പദ്ധതിയുണ്ട്, എനിക്കൊരു പൂർത്തീകരണമുണ്ട്, എനിക്കൊരു ദർശനമുണ്ട്. ഇതിൻ്റെ എല്ലാം പ്രവർത്തിക്കുന്ന ഒരു വലങ്കരമുണ്ട്. ഇന്നത് കേൾക്കുന്ന ഓരോരുത്തരും ധൈര്യപ്പെടുക. നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ശക്തിയുള്ള, ശേഷിയുള്ള, ക്ഷീണിക്കാത്ത ദൈവത്തിൻ്റെ വലങ്കരം, അത് വീര്യം പ്രവർത്തിക്കും. യേശുവിനെ അവർ ഒതുക്കി, ഇനി ഒരിക്കലും പൊങ്ങി വരാതെ വണ്ണം ഒതുക്കുവാൻ നോക്കി. ഉയർത്തെഴുന്നേറ്റ ശേഷവും പട്ടാളക്കാർ പോയി യേശു ഉയർത്ത കാര്യം പറഞ്ഞപ്പോൾ മഹാപുരോഹിതന്മാരൊക്കെ ധാരാളം പണം കൊടുത്തിട്ട്, അങ്ങനെയല്ല, ഞങ്ങൾ ഉറങ്ങിയപ്പോൾ
അവൻ്റെ ശിഷ്യന്മാർ വന്ന് കട്ടുകൊണ്ടുപോയതാണെന്ന് പ്രചരിപ്പിക്കാൻ അവരെ ഏൽപ്പിച്ചു. ആ കഥ ഇന്നും അവിടെ പരന്നുകൊണ്ടിരിക്കുന്നു എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. ആ സമയത്താണ് ദൈവത്തിൻ്റെ വലങ്കരം വീര്യം പ്രവർത്തിച്ചത്. യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിൻ്റെ തെളിവാണ് ശിഷ്യന്മാർ ധൈര്യമുള്ളവരായി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പഠിപ്പില്ലാത്തവർ സാമാന്യരുമായ ഇവർ അസാധാരണമായി സംസാരിക്കുന്നു. അസാധാരണമായ വാക്കുകൾ, അസാധാരണമായ വീര്യപ്രവർത്തികൾ, നിഴൽ പോലും അത്ഭുത രോഗസൗഖ്യങ്ങൾ. ജയിലിലിട്ടാൽ അവിടെ ദൈവത്തിൻ്റെ വലങ്കരം പ്രവർത്തിക്കുന്നു. ജയിൽ അഴികൾ അടഞ്ഞു കിടക്കുമ്പോൾ തന്നെ ഇതാ ദൈവത്തിൻ്റെ കരം വീര്യം പ്രവർത്തിച്ചപ്പോൾ ആ ജയിലിൻ്റെ മുൻപിൽ നിൽക്കുന്ന കാവൽക്കാരും ആ ലോക്കും അറിയാതെ അവർ പുറത്തു വന്ന് ദേവാലയത്തിൽ പ്രസംഗിക്കുന്നു. ദൈവത്തിൻ്റെ വലങ്കരം വീര്യം പ്രവർത്തിക്കുന്നു. ഇന്ന് ഏത് ഭാരത്തിലാണോ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കും. ദാവീദിന്റെ കാലത്ത് ദാവീദിന്റെ കുടുംബത്തെയും ദാവീദിന്റെ കൂടെയുള്ള 400 പേരുടെ കുടുംബത്തെ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ 400ഓളം കുടുംബങ്ങളെ പിടിച്ചുകൊണ്ടു പോകുമ്പോൾ, അവരുടെ ഭാര്യമാരെയും മക്കളെയും പിടിച്ചുകൊണ്ടു പോകുമ്പോൾ, അവർക്കുള്ള വീടും സമ്പത്തും എല്ലാം തീ വെച്ച് ചുട്ടുകളഞ്ഞ് അവരുടെ സമ്പത്തെടുത്തു, അവരുടെ കുഞ്ഞുങ്ങളെയും കുടുംബത്തെയും എടുത്തുകൊണ്ട് പോകുമ്പോൾ ദാവീദ് ദൈവത്തോട് ആലോചന ചോദിച്ചു. ദൈവത്തിൽ ധൈര്യപ്പെട്ടു. കാരണം 1 ശമൂവേൽ 30 നമുക്ക് ആരംഭം മുതൽ വായിക്കുമ്പോൾ കാണാം, ദാവീദ് കരയാൻ ബലമില്ലാതാകുവോളം ഉറക്കെ കരഞ്ഞു. അവൻ ദൈവത്തിൽ ശക്തിപ്പെട്ടു. അതിൻ്റെ അർത്ഥം, എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ശക്തിയുള്ള ഒരു വലങ്കൈയുള്ളവൻ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യമാണ്. ദാവീദ് തന്നെത്താൻ ബലപ്പെട്ടു, ദൈവത്തിൽ ശക്തിപ്പെട്ടു. പിന്നത്തേതിൽ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, എൻ്റെ കുടുംബം, എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ കൂടെയുള്ളവരുടെ കുഞ്ഞുങ്ങൾ, അവരെ രക്ഷിക്കാൻ ഇത്രയും വലിയ ശത്രുവിനെ പിന്തുടരണമോ? ദൈവം പറഞ്ഞു, നിശ്ചയമായും നീ അതിനെ എത്തിപ്പിടിക്കും, കാരണം എൻ്റെ കരം നിന്റെ കൂടെ ഇരിക്കും. കർത്താവിൻ്റെ കരം ഒരുവന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരിക്കലും എത്തിപ്പിടിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് നീ എത്തിപ്പിടിക്കും. പിന്നീട് നമ്മൾ അതേ അധ്യായത്തിൽ വായിക്കുന്നു, ദാവീദ് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കൊണ്ടുവന്നു. തിരിച്ചു കൊണ്ടുവരാതെ യാതൊന്നുമില്ല, എല്ലാം തിരിച്ചു കൊണ്ടുവന്നു. മാത്രമല്ല, ശത്രുവിൻ്റെ കയ്യിലുണ്ടായിരുന്ന അവരുടെ സമ്പത്തും കൊള്ളയായി കൊണ്ടുവന്നു. ഒരൊറ്റ ദിവസം കൊണ്ട് അവർ വലിയ സമ്പന്നരായി മാറി. അവർക്ക് നഷ്ടപ്പെട്ടതിൻ്റെ പല മടങ്ങ് അവർ സമ്പന്നരായി. കാരണം ദൈവത്തിൻ്റെ വലങ്കരം വീര്യം പ്രവർത്തിച്ചതാണ്. ദൈവത്തിൻ്റെ കരം വീര്യം പ്രവർത്തിച്ചാൽ അവിടെ ഒരു ശത്രുവിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഏലീശയെ പിടിക്കുവാൻ 2 രാജാക്കന്മാർ 6-ാം അധ്യായത്തിൽ ആ ചരിത്രം കാണുന്നു. ഏലീശയെ പിടിക്കാൻ മല നിറച്ച് വീരന്മാർ, അരാം രാജ്യത്തിൻ്റെ സൈന്യം വട്ടത്തിൽ വാളും കുന്തവുമായി വട്ടം വളഞ്ഞപ്പോൾ, രക്ഷപ്പെടാൻ പഴുതില്ലാത്തപ്പോൾ ഏലീശ ഒരൊറ്റ പ്രാർത്ഥന, കർത്താവേ, അവർക്ക് അന്ധത പിടിപ്പിക്കണമേ. ദൈവത്തിൻ്റെ വലങ്കരം വീര്യം പ്രവർത്തിച്ചു. ഒരു രാജ്യത്തിൻ്റെ സൈന്യം മുഴുവനും അന്ധരായി മാറി. ഏലീശ ഇറങ്ങിച്ചെന്നു. ഏലീശയെ കൊല്ലാൻ വന്നവരോട് പറഞ്ഞു, നിങ്ങൾ അന്വേഷിക്കുന്നയാളെ ഞാൻ കാണിച്ചു തരാം. സേനാനായകന്റെ കൈക്ക് പിടിച്ചു. സേനാനായകന്റെ കയ്യിൽ വരിവരിയായിട്ട് പട്ടാളക്കാർ പിടിച്ചു. ആർക്കും കണ്ണു കണ്ടുകൂടാ. കയ്യിൽ കുന്തമുണ്ട്, കയ്യിൽ വാളുണ്ട്. വാള് ഉറയിലിട്ടു, കുന്തം കയ്യിൽ പിടിച്ചു. ഇനി പരിചയം എവിടെ പിടിക്കുമെന്നറിയില്ല. എങ്ങനെയും ഒരു കൈ കൊണ്ട് അടുത്തയാളെ പിടിച്ചിരിക്കുകയാണ്. ഒരു രാജ്യത്തിലെ സൈന്യം മുഴുവനും അന്ധരായി ഏലീശയുടെ കൂടെ പോകുന്ന കാഴ്ച 2 രാജാക്കന്മാർ 6-ലുണ്ട്. കാരണം ദൈവത്തിൻ്റെ വലങ്കരം വീര്യം പ്രവർത്തിക്കുന്നു. അങ്ങനെ ദൈവമക്കൾ കൂടുന്ന സ്ഥലത്തെത്തി.
ദൈവജനത്തിൻ്റെ ഇസ്രായേലിന് നടുക്ക് വന്നപ്പോൾ ഏലീശ ഒരൊറ്റ പ്രാർത്ഥന, കർത്താവേ ഇവരുടെ കണ്ണ് തുറക്കണമേ. കണ്ണ് തുറന്നപ്പോൾ ഇവർ കാണുന്നത് ശത്രുവിൻ്റെ നടുക്കളത്തിലാണ്. രാജാവ് ചോദിച്ചു, യജമാനനെ, പിതാവേ ഇവരെ വെട്ടിക്കളയട്ടെ? എലീശയോട് ചോദിച്ചു, വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. കാരണം ദൈവത്തിൻ്റെ വലങ്കരം വീര്യം പ്രവർത്തിച്ചത് കൊണ്ടാണ് ഒരു സൈന്യത്തിൻ്റെ ഇടയിൽ നടക്കാത്തൊരു ചരിത്രം ഏലീശയുടെ പ്രാർത്ഥനയിൽ നടന്നത്. കാരണം വാളും വേണ്ട, കുന്തവും വേണ്ട, പരിചയം വേണ്ട, പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് ഒരു രാജ്യത്തിൻ്റെ സൈന്യത്തെ പോലും കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നുള്ളതിന് ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന മനോഹരമായ ഉദാഹരണമാണത്. കാരണം ദൈവത്തിൻ്റെ കരം വീര്യം പ്രവർത്തിക്കും. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിന് വേണ്ടി ദൈവത്തിൻ്റെ കരം വീര്യം പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ആരും കാണാത്ത ദൈവപ്രവർത്തികൾ ഉണ്ടാകും. അവിടെ ഏലീശ അവരോട് പറഞ്ഞു, ഇവർക്ക് വേണ്ടി വലിയ വിഭവ സമൃദ്ധമായ ഒരു വിരുന്നൊരുക്കാൻ പറഞ്ഞു. ബിരിയാണി, മട്ടൻ, ചിക്കൻ, പിന്നെ ചോറ് വേണ്ടവർക്ക് ചോറ്, പിന്നെ ബാർബിക്യൂ എന്ന് വേണ്ട എല്ലാ തരത്തിലുള്ള ഭക്ഷണം രാജാവിൻ്റെ വകയായിട്ട് അങ്ങോട്ട് ഉണ്ടാക്കി. ആ രാജ്യത്തിലെ, ഇസ്രായേൽ രാജ്യത്തിലെ പട്ടാളക്കാർ തന്നെ ഈ പട്ടാളക്കാർക്ക് ഫുഡ് വിളമ്പി പേടിയോടെയാണ് അവർ കഴിക്കുന്നത്. കാരണം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് കൊല്ലാനായിരിക്കും, അവസാനത്തെ ആഗ്രഹമായിട്ട് ഭക്ഷണം തന്നതായിരിക്കും എന്നാണ് അവർ വിചാരിച്ചത്. എന്നാൽ അവരോട് പറഞ്ഞു, പൊയ്ക്കോളാൻ പറഞ്ഞു. പിന്നീട് ഏലീശയുടെ കാലത്ത് ഇവർ ഇസ്രായേലിലേക്ക് വന്നില്ല, പിന്നീട് യുദ്ധം ചെയ്യാൻ വന്നില്ല. ഒരു ശക്തരാണ്, ശ്രേഷ്ഠരാണ്, എന്നാൽ ദൈവത്തിൻ്റെ കരം അവർ കണ്ടു. അവർക്ക് മനസ്സിലായി, ദൈവം ഒരു കൂട്ടരുടെ കൂടെയുണ്ടെങ്കിൽ, ദൈവം ഇവരോട് കൂടെ നിൽക്കുന്ന കാലത്തോളം നമുക്കവരെ തോൽപ്പിക്കാൻ കഴിയില്ല. ദൈവത്തിൻ്റെ വലങ്കരം വീര്യം പ്രവർത്തിക്കുന്നു. ഇവിടെ നമ്മൾ വായിച്ചത്, ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ പ്രഭുവും രക്ഷിതാവുമായി തൻ്റെ വലങ്കയ്യാൽ ഉയർത്തിയിരിക്കുന്നു. നിങ്ങൾ ക്രൂശിച്ചു, എന്നാൽ ദൈവം വലങ്കയ്യാൽ ഉയർത്തിയിരിക്കുന്നു. ബൈബിൾ മുഴുവനും ദൈവത്തിൻ്റെ കൈ ചലിക്കുന്നത് കാണാം. എല്ലാവരും ധൈര്യപ്പെടുക. നിങ്ങളുടെ കൂടെ കർത്താവ് ഉണ്ടെങ്കിൽ നിങ്ങൾ പോകുന്നിടത്തെല്ലാം നിങ്ങൾ ജയം കാണും. ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും എന്ന് കർത്താവ് ഉറപ്പ് പറഞ്ഞു. അപ്പോസ്തലന്മാർ പോയിടത്തെല്ലാം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും കർത്താവിൻ്റെ കരം അവിടെ ചലിച്ചു. കർത്താവിൻ്റെ കൈ അവരോട് കൂടിയിരുന്നു. പല ഭാഗത്തുകൊണ്ട് ദൈവത്തിൻ്റെ കൈ അവനോട് കൂടിയിരുന്നു. ദൈവത്തിൻ്റെ വിരലുകൾ അവിടെ ചലിച്ചു. നീ പോകുന്നിടത്തെല്ലാം ദൈവത്തിൻ്റെ കരമുണ്ടെങ്കിൽ നീ തൊടുന്നതെല്ലാം വിജയമായി മാറും. കർത്താവിൽ ആശ്രയിക്കാം, കർത്താവിൽ ബലപ്പെടാം. യേശുവിനെ സ്വീകരിച്ച, പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച കർത്താവിൻ്റെ വഴിയിൽ നടക്കുന്നവരാരും ലജ്ജിച്ചു പോകില്ല. ധൈര്യപ്പെടാം, പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ തിരുവചനത്തിനായി സ്തോത്രം. അങ്ങയുടെ കൃപയിൽ ഞങ്ങൾ ആശ്രയിക്കും. അങ്ങയുടെ ശക്തിയിൽ ഞങ്ങൾ കൂടുതൽ ആശ്രയം വയ്ക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളിലും അവരുടെ ധൈര്യം വർദ്ധിക്കട്ടെ, അവരുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. ഈ വായിച്ചു പോയ ഓരോ ചരിത്ര ഭാഗങ്ങളും പരിശുദ്ധാത്മാവ് ഇന്നിവിടെ ഉള്ളതുകൊണ്ട്, ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവ് രാജാതി രാജാവായി വാഴുന്നത് കൊണ്ട്, വീര്യം പ്രവർത്തിക്കുന്ന കരം ഇനിയും ചലിക്കുന്നതിനായി സ്തോത്രം. കർത്താവിൻ്റെ കരം പുതിയ നിയമസഭയ്ക്ക് വേണ്ടി ചലിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു, അങ്ങയുടെ വചനത്തെ വിശ്വസിക്കുന്നു. ഇത് കേൾക്കുന്നവരെല്ലാം സൗഖ്യം പ്രാപിക്കണം. കർത്താവിൻ്റെ കരം തൊട്ട് അവരുടെ സൗഖ്യത്തെ പൂർണ്ണമാക്കണം. കർത്താവിൻ്റെ കരം തൊട്ട് അവരുടെ സാമ്പത്തിക മേഖലകളെ അനുഗ്രഹിക്കണം. കർത്താവിൻ്റെ കരം തൊട്ട് അവരുടെ തലമുറകളെ അനുഗ്രഹിക്കണം. കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് അവരെ നിറയ്ക്കണമേ, യേശുവിൻ നാമത്തിൽ ആമേൻ. യേശു കർത്താവിൻ്റെ കൃപ നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. നാളെ നമുക്ക് ഇതേ സമയത്ത് ഒരുമിച്ച് വീണ്ടും കാണണം, ഒരുമിച്ച് പ്രാർത്ഥിക്കണം, ഒരുമിച്ച് വചനം ധ്യാനിക്കണം. ഗോഡ് ബ്ലസ് യു.